വയനാട്ടിലെ ആ സാഹചര്യം നിലനിൽക്കുമെന്ന് കണ്ടറിയണം. ഒരു കാര്യം വ്യക്തമാണ്, വയനാട് പുനരധിവാസം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി ശ്രമിക്കാം. ഈ കഴിഞ്ഞ തവണ ഈ പ്രളയം കോവിഡ് കാലത്ത് വലിയ ഇടപെടൽ നടത്തിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയെത്തിയത്. ഇത്തവണ വയനാട് അവിടെ മണ്ണിടിച്ചിലിൽ സർക്കാർ കുറെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുമോ? വിലയിരുത്തപ്പെടണ്ടേ? വിലയിരുത്തപ്പെടുന്നതാണ് എന്റെ വിശ്വാസം. സർക്കാർ വീടൊക്കെ നിർമ്മിച്ചു നൽകിയാലും ആർക്കും കയറി താമസിപ്പിക്കാറായിട്ടില്ല എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് അതിന്റെ വിവരം അറിയില്ല. വീട് നിർമ്മിച്ചെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റും. 176 അങ്ങനെയൊക്കെ ഒരു വീടുണ്ട് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ഈ വയനാട് വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. ഉറപ്പാണ്. ചേട്ടൻ എങ്ങനെയാണോ കരുതുന്നത്? വയനാടൊക്കെ പ്രതിഫലിക്കുമോ? പിന്നെ പ്രതിഫലിക്കില്ല. വയനാട് 178 വീട് പണി ചെയ്തോട്ടില്ല. നമ്മളെ ദോഷം സർക്കാരിന്റെ ഒരു വലിയ നേട്ടമാണത്. നല്ല നേട്ടം. എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും ഇത്തവണ? തെരഞ്ഞെടുപ്പ് 2 വർഷം കൊണ്ടുപോകും. പറയുന്ന ഇവിടെ മുഴുവൻ ഇടതുപക്ഷക്കാരേ ഉള്ളൂ. ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷമില്ല. എന്താ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിങ്ങളെല്ലാവരും മുഖ്യമന്ത്രി ഭൂരിപക്ഷം കൂട്ടുമെന്ന് കരുതുന്നവരാണോ? കഴിഞ്ഞ 52 ഉള്ളു. ഈ നമ്മള് 70 ആക്കും. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടി വരാം. ഒരു കാര്യം ഉറപ്പാണ്, വയനാടൊക്കെ പ്രതിഫലിക്കുമെന്നതാണ് പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ടർമാരാണ് ഈ അഭിപ്രായം പറയുന്നത്. അനീഷ് അത് കേട്ട് കാണും. എന്തായാലും അനീഷ്, നമുക്ക് വയനാടിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഒന്നുകൂടി വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണത്. നമ്മളിനി പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് ജില്ലയാണ് ഇത്തവണ ഏറ്റവും അതിസുപ്രധാനമായ രാഷ്ട്രീയം പറയുക. അത് അതിശയോക്തിയല്ല. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് ജില്ല ഇത്തവണ കടുത്ത ചില വെല്ലുവിളികളും തിരിച്ചടി സാധ്യതകളും സൂചനകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF നടത്തിയ ചില മുന്നേറ്റങ്ങളുണ്ട്. ആ മുന്നേറ്റങ്ങൾ നിയമസഭയിലും പ്രതിഫലിക്കുമോ എന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഇടമാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, അത് കോഴിക്കോട് ജില്ല വലിയ ജില്ലയാണ്. ആ ജില്ലയിലെ മണ്ഡലങ്ങളെ ആ രീതിയിൽ അത് സ്വാധീനിക്കുകയും ചെയ്യും. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട് നമുക്ക് പ്രത്യേകം വിശദമായി പരാമർശിച്ചു പോകേണ്ട ഇടമാണ്. കോഴിക്കോട് ജില്ലയിലെ തിരിച്ചടി CPM മുന്നിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലം എന്ന ചോദ്യമാണ്. ബേപ്പൂരൊന്നും ഒരു അട്ടിമറി സാധ്യതയില്ലല്ലോ അല്ലെ? തീർച്ചയായും ബേപ്പൂരിൽ ഒരു അട്ടിമറി സാധ്യതയുമില്ല എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പൊക്കെ അൻവർ വലിയൊരു ഓളം മണ്ഡലത്തിൽ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവിടെ ഒരു മാറ്റവും വരുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആളുകളുടെ പ്രതികരണങ്ങളിലേക്കും മണ്ഡലത്തിലെ ഒരു പ്രചാരണത്തിന്റെ ഒരു പൊതു ട്രെൻഡിലേക്ക് പോകുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റ് LDF നൽകിയ ജില്ലയാണ്. ഏറ്റവും അധികം സീറ്റുകളുള്ള ജില്ലകളിലൊന്നാണ്. അവിടെ 2 പേരാണ് UDF പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. അതിലൊന്ന് വടകരയിൽ നിന്നും KK രമയാണ്, മറ്റൊന്ന് കൊടുവള്ളിയിൽ നിന്നും MK മുനീർ എന്ന നേതാവുമാണ്. പക്ഷേ അതിൽ MK മുനീർ ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹം കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഫൈസൽ ബാബു എന്ന യൂത്ത് ലീഗിലെ യുവ നേതാവിനെ രംഗത്തിറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ വടകരയിൽ പോലും KK രമയ്ക്ക് ശക്തനായ ഒരു എതിരാളി ഇത്തവണ കിട്ടിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. MK ഭാസ്കരൻ എന്ന ജനതാദളിന്റെ RJDയുടെ നേതാവാണ്. അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറാമലയിൽ നൽകിയപ്പോഴാണ് അന്ന് പാർട്ടിക്കുള്ളിൽ ധാരണകൾ ലംഘിച്ചു എന്ന് ആരോപിച്ച് TP ചന്ദ്രശേഖരൻ അടക്കമുള്ള പുറത്തേക്ക് പോവുകയും പുതിയ പാർട്ടി രൂപീകരിച്ച് CPM വലിയ ഭീഷണിയായി വരികയും പിന്നീട് TPയുടെ മരണവും അല്ലെങ്കിൽ കൊലപാതകവും അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ പിന്നീട് KK രമ ജയിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ആ മണ്ഡലത്തിൽ വ്യക്തമായ ജനസ്വാധീനമുള്ള ഒരു നേതാവിനെ തന്നെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് രമയെ അട്ടിമറിക്കുമോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ലെങ്കിൽ പോലും നല്ലൊരു പോരാട്ടം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്നും വടകരയിലേക്ക് എത്തിയ ശേഷം ആ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വോട്ടുകളുടെ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ആ മേഖലയിലെ പ്രവർത്തകരിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആവേശം വടകരയിലും നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ഇത്തവണ പറയുന്നത്. വലിയ ആൾക്കൂട്ടമാണ് കോൺഗ്രസിന്റെ പ്രചാരണ രംഗത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഗ് ഫൈറ്റ് എന്ന് ഇത്തവണ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലം പേരാമ്പ്ര തന്നെയാണ്. പേരാമ്പ്രയിൽ CPMന്റെ ഏറ്റവും കരുത്തനായ നേതാവ് LDFന്റെ കൺവീനർ തന്നെയായ TP രാമകൃഷ്ണനാണ് ഇത്തവണ മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി യൂത്ത് ലീഗ് നേതാവായ ഫാത്തിമ തെഹ്ലിയ വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ഏതാണ്ട് കുഴഞ്ഞു പറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. കഴിഞ്ഞ തവണ 22,592 വോട്ടുകൾക്ക് വിജയിച്ച
ടി പി രാമകൃഷ്ണൻ ഇത്തവണ ആ ആധിപത്യം നിലനിർത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി വരുന്നത്. ന്യൂനപക്ഷ മേഖലകളിൽ വലിയ സ്വീകാര്യതയാണ് ഫാത്തിമ തെഹ്ലിക്ക് ലഭിക്കുന്നത്. സ്ത്രീകളടക്കമുള്ളവർ കൂട്ടത്തോടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഒഴുകി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതെന്ന പരാതികൾ ഉയരുന്നത്. ടി പി രാമകൃഷ്ണന്റെ ഭാഗമായ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നും കൗകിലക്കുട്ടിയെ എന്ന പോലുള്ള പരാമർശങ്ങൾ വരികയും അത് വലിയ ചർച്ചാ വിഷയമായി മണ്ഡലത്തിൽ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉയർന്നിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പേരാമ്പ്ര മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഈ കൗകിലക്കുട്ടി തന്നെയാണ്. അതിൽ ഊന്നിയുള്ള പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ധ്രുവീകരണ സാധ്യതയാണ് ഇത്തവണ ഈ മണ്ഡലത്തിൽ കാണുന്നത്. ഭൂരിപക്ഷ വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനം പിടിക്കുകയും ന്യൂനപക്ഷ മേഖലകളിൽ കൃത്യമായ ഒരു കടന്നുകയറ്റം നടത്താൻ കഴിയുകയും ചെയ്താൽ മണ്ഡലം അട്ടിമറിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പക്ഷേ പരിചയസമ്പന്നനായ പതിറ്റാണ്ടുകളുടെ പരിചയ മണ്ഡലത്തിലുള്ള ടി പി രാമകൃഷ്ണൻ എന്ന വടവൃക്ഷത്തെ അത്ര പെട്ടെന്നൊന്നും മറിച്ചിടാൻ കഴിയില്ല എന്നാണ് CPMന്റെ പ്രതീക്ഷ. പക്ഷേ കാര്യങ്ങൾ പ്രവചനാതീതമായ ഒരു രീതിയിലേക്ക് ഇത്തവണ മാറുന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യമായ കാര്യം. അതുകൊണ്ട് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ ഇപ്പം ഇതിനകം തന്നെ പേരാമ്പ്ര മാറിയിരിക്കുന്നു. പേരാമ്പ്രയ്ക്ക് തൊട്ടടുത്തുള്ള കുറ്റ്യാടിയിലും നാദാപുരത്തും സമാനമായ രീതിയിൽ തന്നെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ആ മണ്ഡലങ്ങളിൽ നടക്കുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷ UDFിനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ആ ധ്രുവീകരണത്തിന്റെ വ്യക്തമായ ചിത്രം വോട്ടുകളുടെ രൂപത്തിൽ അവിടെ നിന്നും പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങൾക്കുള്ളിൽ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. നമുക്കറിയാം കഴിഞ്ഞ 10-25 വർഷമായി ഒരു MLA പോലും കോൺഗ്രസിനില്ലാത്ത മണ്ഡലമാണ്. ഒടുവിൽ പി ശങ്കരനും എ സുജനപാലുമായിരുന്നു കോഴിക്കോട് നിന്നും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായി നിയമസഭയിലേക്ക് പോയത്. ആ വരൾച്ചയ്ക്ക് ഇത്തവണ ഒരു മാറ്റമുണ്ടാക്കാം. അതിൽ ആദ്യം ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് നാദാപുരമാണ്. അവിടെ EK വിജയൻ എന്ന നേതാവാണ് കഴിഞ്ഞ തവണ 4035 വോട്ടുകൾക്ക് ജയിച്ചത്. എന്നാൽ ഇത്തവണ സത്യൻ മൊഗേര എന്ന CPI നേതാവിന്റെ ഭാര്യ കൂടിയായ P വസന്തം എന്ന CPI നേതാവാണ് ഇത്തവണ അംഗത്തട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം നേടുമെന്ന് തന്നെ കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം മാറ്റം വരാൻ പോകുന്നത് കൊടുവള്ളിയിൽ മാത്രം സീറ്റ് നേടിയ ലീഗിന് ഇത്തവണ പേരാമ്പ്രയും ഒപ്പം കുറ്റ്യാടിയും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി പറയുന്നു. മറ്റിടങ്ങളിൽ കാര്യമായ ഒരു അട്ടിമറി സാധ്യതയൊന്നും ഇപ്പോഴും കാണുന്നില്ല. തിരുവമ്പാടിയിൽ കടുത്ത മത്സരം നടക്കുമ്പോഴും 4643 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച ലിൻഡോ ജോസഫിന് തന്നെ ഇത്തവണയും വലിയ സാധ്യതകൾ കൽപ്പിക്കുന്നു. മുസ്ലിം ലീഗിലെ ഭിന്നതകൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ചെറിയ മുഹമ്മദും ഖാസിമും തമ്മിലുള്ള ഭിന്നതകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തിരിച്ചടി മാറിയതെങ്കിൽ ഇത്തവണ അത്തരം ഭിന്നതകളില്ല. ഒറ്റക്കെട്ടായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. എന്തായാലും വലിയ പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ ലിൻഡോയ്ക്ക് അനുകൂലമാണ് സാഹചര്യമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കുന്നമംഗലത്തെ PT റഹീം 10276 വോട്ടുകൾക്ക് ജയിച്ചയാളാണ്. അദ്ദേഹം ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്ന ഒരു പ്രതീതി തന്നെ സൃഷ്ടിക്കുന്നു. കോഴിക്കോട് നോർത്തിലാണ് പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രവചനാതീതമായി മുന്നേറുന്നത്. തോട്ടത്തിന്റെ വീണ്ടുമാണ് CPM സ്ഥാനാർത്ഥി 12128 വോട്ടുകൾക്ക് വിജയിച്ച് ഇപ്പോൾ നിയമസഭയിലുള്ളത്. പക്ഷേ അവിടെ K ജയചന്ദ് എന്ന കോൺഗ്രസിലെ വളരെ പരിചിതമായ മുഖം മത്സരിക്കുന്നു. പക്ഷേ അവിടെ കറുത്ത കുതിരയായി മാറുന്നു എന്ന പ്രവചനങ്ങൾ വരുന്നത് പലയിടത്തുനിന്നും പ്രതീക്ഷിക്കപ്പെടുന്നത് നവ്യ ഹരിദാസ് എന്ന BJP സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 7 ഡിവിഷനുകളിൽ വിജയിച്ചത് കോഴിക്കോട് നോർത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് BJPയുടെ വോട്ട് വീതത്തിൽ ഗണ്യമായ പുരോഗതി അവിടെ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ നവ്യ ഹരിദാസ് 2ാം സ്ഥാനത്തേക്ക് പോലും എത്തുമോ എന്ന രീതിയിലാണ് BJPയുടെ പ്രവർത്തനം. അത് ഈ തോട്ടത്തിന്റെ വിജയ സാധ്യതകൾ എത്രമാത്രം ബാധിക്കും അല്ലെങ്കിൽ ജയന്തിന്റെ വോട്ടുകളാണ് പിടിക്കുക എന്നതൊക്കെ നമുക്ക് ഫലം വന്ന ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും കടുത്ത പോരാട്ടം തന്നെയാണ് കോഴിക്കോട് നോർത്തിൽ നടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും കൊടുവള്ളി അടക്കമുള്ള ഇടങ്ങളിൽ കൊടുവള്ളിയിൽ MK മന്ത്രി കൊടുവള്ളിയിൽ നിന്നും കോഴിക്കോട് സൗത്തിലേക്ക് മത്സരിക്കാനായി വരും എന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാതെ വരികയും ചെയ്തെങ്കിലും കൊടുവള്ളിയിൽ PK ഫറോസ് എന്ന യൂത്ത് ലീഗിന്റെ നേതാവാണ് മത്സരിക്കുന്ന. ഏതാണ്ട് അദ്ദേഹവും കൊടുവള്ളിയിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ K ദാസൻ എന്ന മുൻ MLA നേരിടുന്ന മത്സരം നടക്കുന്നു. അത്തരത്തിൽ കടുത്ത മത്സരം നടക്കുന്ന മറ്റു ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. കോഴിക്കോട് അതാണ് സാഹചര്യം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.